നമസ്കാരം. ഒരു ജീവിവർഗം അതേ വർഗത്തിലുള്ള മറ്റൊന്നിനെ ഭക്ഷണമാക്കുന്നത് വളരെ അപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമായിരിക്കും. പൂച്ച, മുയൽ എന്നിവ സ്വന്തം കുഞ്ഞുങ്ങളെ ചില അവസരങ്ങളിൽ ഭക്ഷണമാക്കാറുണ്ട്. എന്നാൽ പാമ്പ് ചില അവസരങ്ങളിൽ സ്വയം അതിനെ തന്നെ ഭക്ഷണമാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ സംഭവം ശരിയാണ്. ചില അവസരങ്ങളിൽ പാമ്പ് സ്വന്തം ശരീരത്തെ വരെ ഭക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, പാമ്പുകൾ മറ്റു പാമ്പുകളെയും സ്വന്തം ഇനത്തിലുള്ള പാമ്പുകളെയും ഭക്ഷിക്കാറുണ്ട്. അതിന് ഉദാഹരണമാണ് രാജവെമ്പാല. ഇവ എല്ലാ പാമ്പുകളുടെയും ഭക്ഷണമാക്കാറുണ്ടെന്നാണ് വിദഗ്ധർ പോലും അഭിപ്രായപ്പെടുന്നത്. ഭക്ഷണം ലഭിക്കാതെ വരുമ്പോഴാണ് പല പാമ്പുകളും മറ്റു പാമ്പുകളെ കഴിക്കാറുള്ളത്. ചില പാമ്പുകൾ അറിയാതെ സ്വന്തം വാൽ കഴിക്കാറുണ്ടെന്നും പ്രശസ്ത പാമ്പ് പിടുത്തക്കാരനായ വാവ സുരേഷ് പറയുന്നു. വിശന്നിരിക്കുന്ന സമയത്ത് ചില പാമ്പുകൾ അവരുടെ വാൽ അനങ്ങുന്നത് കണ്ട് ഇരയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ശേഷം അത് കഴിക്കാനും തുടങ്ങും. എന്നാൽ വാല് കഴിച്ച് പകുതി എത്തുമ്പോഴായിരിക്കും അത് സ്വന്തം ശരീരമാണെന്ന് തിരിച്ചറിയുക. പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും മരണത്തിന് കീഴടങ്ങേണ്ടി വരുമെന്നും വാവ സുരേഷ് പറയുന്നു. അതേസമയം സ്വന്തം ഇനത്തിലെ പാമ്പുകളെ പാമ്പുകൾ ഭക്ഷണമാക്കാറുണ്ട്. ഭക്ഷണം ലഭിക്കാതെ വരിക, സമ്മർദ്ദം എന്നിവ കാരണം ഇത് സംഭവിക്കാമെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ വലിയ പെരുമ്പാമ്പുകൾ ചെറിയ പാമ്പുകളെ കഴിക്കാറുണ്ടെന്ന് 2013 ദക്ഷിണാഫ്രിക്കയിൽ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നുണ്ട്. ഇതിന്റെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് മധ്യ ആഫ്രിക്കയിലെ റോക്ക് പൈത്തനെയാണ്. ഇവ മറ്റു പാമ്പുകളെ വേട്ടയാടാറുണ്ട്. 20 അടിയിലധികം നീളമുള്ള ഈ പാമ്പിന് മറ്റു പാമ്പുകളെ കീഴടക്കാനും കഴിക്കാനും വളരെ എളുപ്പമാണെന്നും പഠനങ്ങൾ പറയുന്നു. സമ്മർദ്ദം, ആവാസ വ്യവസ്ഥയുടെ അപര്യാപ്തത, കൂട്ടിൽ അടച്ചിടുക എന്നീ അവസരങ്ങളിൽ പാമ്പുകളെ പാമ്പുകൾ തന്നെ ഭക്ഷണമാക്കുന്നുവെന്ന് 2021 പ്രസിദ്ധീകരിച്ച ഹെർപറ്റോളജിക്കൽ റിവ്യൂ എന്ന പഠനത്തിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ പാമ്പുകൾ മറ്റു പാമ്പുകളെ ഭക്ഷിക്കുന്നതിനെ ഒഫിയോഫാഗി എന്നാണ് പറയുക. ഈ വ്യവസ്ഥ പാമ്പിന്റെ ഇരകളുടെ എണ്ണം സന്തുലിതമായി നിലനിർത്താൻ സഹായിക്കുന്നുവെന്നാണ് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആവാസ വ്യവസ്ഥയെയും ഇത് സന്തുലിതമായി തന്നെ നിലനിർത്തുന്നു. ഉദാഹരണത്തിന്, രാജവെമ്പാല മറ്റു പാമ്പുകളെ ഭക്ഷണമാക്കുന്നതിലൂടെ വിഷപാമ്പുകളുടെ എണ്ണം നിയന്ത്രിക്കാനായി സാധിക്കുന്നു. ഇനി ചരിത്രം നോക്കുകയാണെങ്കിൽ പാമ്പുകൾ പരസ്പരം ഭക്ഷിക്കുന്ന സ്വഭാവത്തെക്കുറിച്ച് പുരാണങ്ങളിൽ വരെ പറഞ്ഞിട്ടുണ്ട്. പാമ്പ് സ്വന്തം വാൽ തിന്നുന്നതായി ചിത്രീകരിക്കുന്ന പുരാതന ചിഹ്നമായ ഔറോബോറസ് ജീവിതത്തിന്റെയും പുനർജന്മത്തിന്റെയും പ്രതിനിധീകരിക്കുന്നു. പുരാതന ഈജിപ്ഷ്യൻ, ഗ്രീക്ക് പുരാണങ്ങളിൽ ഈ ചിഹ്നം ഉപയോഗിച്ചിട്ടുണ്ട്. ഔറോബോറസ് ഒരു വൃത്താകൃതിയിലുള്ള ചിഹ്നമാണ്. ആൽക്കമി, തത്വചിന്ത, കല എന്നിവയിലും ഈ ചിഹ്നം ഉപയോഗിക്കുന്നു. അതേസമയം പാമ്പുകൾ പരസ്പരം ഭക്ഷിക്കുന്നതിനെ കുറിച്ച് ഇപ്പോഴും പഠനങ്ങൾ നടന്നു വരികയാണ്. പാമ്പിനെ കുറിച്ചും അവയുടെ പെരുമാറ്റങ്ങളെ കുറിച്ചും ഇനിയും കൂടുതൽ കണ്ടെത്താനാകുമെന്നാണ് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ TV.